ഹായ് അസ്സലാമലൈക്കും. ഹസീന പിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ നമ്മൾ നട്ടു വളർത്തുന്ന തക്കാളി ചെടിയുടെ പരിചരണമാണ്. അപ്പോൾ തക്കാളി ചെടിയിൽ പൂക്കളെല്ലാം കരിഞ്ഞു പോകുന്നു, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, അതേപോലെ വലുപ്പമുള്ള കായ്കൾ ഉണ്ടാവുന്നില്ല. അതേപോലെ തക്കാളി ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ രോഗബാധയും കീടബാധയും ഒക്കെ വരുന്നു. അപ്പോൾ നമ്മൾ തക്കാളി ചെടിയെ നല്ല രീതിയിൽ നട്ടു വളർത്തി പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ തക്കാളി നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തക്കാളി ചെടിയുടെ പരിചരണവും തക്കാളി ചെടിയിലുണ്ടാവുന്ന രോഗങ്ങളെയും കീടങ്ങളെയും എങ്ങനെ അകറ്റാം എന്നുമുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ് തക്കാളി ചെടി. പെട്ടെന്നായിരിക്കും തക്കാളി ചെടിയുടെ വളർച്ച. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കീടങ്ങളുടെ ബാധയുണ്ടാവും. ഇപ്പോൾ തക്കാളി ചെടി നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ തക്കാളി ചെടി നടുമ്പോൾ നമ്മൾ നല്ല വിത്ത് ഇനങ്ങൾ സെലക്ട് ചെയ്യുക. അത് വിത്ത് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന തക്കാളി നല്ല വലുപ്പമുള്ള തക്കാളി നോക്കിയെടുത്തിട്ട് അത് നമ്മൾ പാകിയാലും മതി. പെട്ടെന്ന് ഇത് വളരും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു തക്കാളി മൊത്തമായിട്ട് പാകണമെന്നൊന്നുമില്ല. നമ്മളൊരു ചെറിയ കഷ്ണം എടുത്ത് അതിലുള്ള വിത്ത് പാവിയാൽ തന്നെ നമുക്ക് ധാരാളം ചെടികൾ വളർന്നു വരും. ഒരു മാസം കൊണ്ട് തന്നെ പൂക്കളായി കായ്കളാവുന്ന ചെടികളൊക്കെ നമുക്ക് കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കൃഷി തന്നെയാണ് നമ്മുടെ തക്കാളി കൃഷി എന്ന് പറയുന്നത്. തക്കാളി, വഴുതന ഇതിലൊക്കെ പെട്ടെന്നായിരിക്കും കീടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഇനം വിത്ത് നോക്കി സെലക്ട് ചെയ്തിട്ട് പാവി കൊടുക്കുക. എന്നിട്ട് ഒരു 4 ഇല പ്രായമാവുമ്പോൾ നമുക്ക് അതിനെ മാറ്റി നടാം. നമ്മൾ തൈകൾ പാവി മുളപ്പിക്കുമ്പോൾ അതിൽ നിന്നും ആരോഗ്യമുള്ള തൈകൾ നോക്കി പറിച്ച് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ അത് ഒരു പോട്ടിലോ ഒരു ഗ്രോ ബാഗിലൊക്കെ ഒരു തൈ വീതം നടുന്നതായിരിക്കും നല്ലത്. പിന്നെ തക്കാളിച്ചെടി, വഴുതനച്ചെടിയൊക്കെ നമ്മൾ നടുമ്പോൾ കഴിവിൻ്റെ പരമാവധി മണ്ണ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മണ്ണിന് പകരം നമ്മൾ മണലോ ഇല്ലെങ്കിൽ ഈ കൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്താൽ മണ്ണിൽ നിന്നുള്ള കീടബാധ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വളങ്ങളും കരിയിലയും എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ നട്ടുകൊടുത്താൽ മതിയാവും. നമ്മുടെ വീട്ടാവശ്യത്തിന് ഗ്രോ ബാഗുകളിലും ചാക്കുകളിലൊക്കെ നടുമ്പോൾ പരമാവധി മണ്ണ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് പിന്നെ കുറച്ച് മതിയല്ലോ. പിന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മണ്ണിനെ നമ്മൾ നല്ല ട്രീറ്റ് ചെയ്യണം. കുമ്മായം, ഞാനിപ്പോൾ കുമ്മായം യൂസ് ചെയ്യാറില്ല. അതിന് നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് 10 ദിവസം വെച്ച് നന്നായി ട്രീറ്റ് ചെയ്ത് ഇതിന് ശേഷമൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ മണ്ണ് ഉപയോഗിക്കാതെ ചെയ്ത തക്കാളിക്കും വഴുതനക്കൊക്കെ വളരെ നല്ലതാണ്. മണ്ണിൽ നിന്നാണ് പെട്ടെന്ന് ഈ കീടബാധ വരുന്നത്. പിന്നെ മണ്ണും മണലും ഒന്നും ഇടാതെയും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. വെറും കരിയിലയും പിന്നെ വളങ്ങളും പിന്നെ ചകിരിച്ചോറുള്ളവരാണെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്തിട്ട് കരിയില പൊടിച്ചത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടും നമുക്ക് ചെടികളൊക്കെ നട്ടു വെക്കാം ടെറസിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് നല്ല നനവ് കൊടുത്താൽ മതി. പെട്ടെന്ന് ഡ്രൈ ആയി പോകും തോന്നുന്നുണ്ട് മണ്ണില്ലെങ്കിൽ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ അധികം മണ്ണൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നമുക്ക് ഈസിയാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് തക്കാളി ചെടിയെ വളർത്തിയെടുക്കാം.
നല്ല രീതിയിൽ വെയിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആരോഗ്യത്തോടെ ഉള്ള ചെടികൾ നല്ല പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നനയുടെ കാര്യം. അത് രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. നല്ല നന ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് തക്കാളി ചെടി. അപ്പോൾ നമുക്ക് തക്കാളി ചെടിയെ നല്ല ശ്രദ്ധയോടെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ തക്കാളി ചെടിയെ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പെട്ടെന്ന് ബാധിക്കും. അവയെ ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് കിച്ചൺ വേസ്റ്റിലെ പിന്നെ മുട്ടത്തോട് വെച്ചിട്ടൊരു വളവും അതേപോലെ മീൻ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ഫെർട്ടിലൈസറും എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ നല്ലൊരു വളവും തയ്യാറാക്കുന്നതും ഞാനിതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ചെടികൾക്ക് വേണ്ട എല്ലാ വിറ്റാമിനുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ചെടികൾ നന്നായി പൂക്കാനും ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഫെർട്ടിലൈസർ ഞാൻ പറഞ്ഞത്. ഫിഷ് അമിനോ ആസിഡാണിത്. ഇത് കടയിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിപ്പോൾ വീട്ടിലുള്ള മീനിൻ്റെ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കാണാത്തവർ അത് പോയി കാണണം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ്. നമ്മൾ മീൻ കഴുകിയതിൻ്റെ തലയോ വേസ്റ്റോ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ചെടിയുടെ എന്താ പറയുക ക്വാണ്ടിറ്റിക്കനുസരിച്ച് കൂടുതൽ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ മീൻ വേസ്റ്റ് എടുത്തിട്ട് അതേ അളവിൽ വെള്ളം അതിൽ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചാൽ നമുക്കതൊരു 3 മാസം കൊണ്ടൊക്കെ റെഡിയാവും കേട്ടോ. 3 മാസം ഇപ്പോൾ ഞാൻ അതുപോലെ റെഡിയാക്കിയതാണ്. ആ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചതാണ്. എന്നിട്ട് ഇനി നമുക്കിത് ഒരു ബോട്ടിലിൽ അതിൽ നിന്ന് ഒരു 5 മില്ലി എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ മൂടി ഒരു 5 മില്ലിൻ്റെ മൂടിയാണ് കേട്ടോ. നമ്മൾ ബോട്ടിലിൻ്റെ മൂടിയാണ്. അത് നമുക്കൊരു ബോട്ടിലിൽ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെയിൽ തട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്കത് 6 മാസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓട്ടയുള്ള ഒരു പിന്നെ മൂടിക്ക് ഓട്ടയിട്ടാൽ മതി, സ്പ്രെയർ ഇല്ലാത്തവർ. എന്നിട്ട് നമുക്ക് ആ ബോട്ടിൽ വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 5 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് ഇതുപോലെ ബോട്ടിലിൽ ഒഴിച്ച് ഇനി നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ ചിലവ് കുറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെടിയിൽ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 10 മില്ലിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്താലും നല്ലതാണ്. തക്കാളി ചെടിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പൂക്കളും കായ്കളും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ പുറത്തുനിന്നൊന്നും ഒന്നും വാങ്ങിക്കാറില്ല. എല്ലാം നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് വെച്ചിട്ട് തന്നെ. ഇതിപ്പോൾ എൻ്റെ പച്ചമുളക് ചെടിയാണ്. ഇത് കണ്ടില്ലേ, നിറയെ പൂവും കായും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചെടിയാണ് കേട്ടോ, ഞാനിപ്പോൾ നട്ടതാണ്. പിന്നെ അപ്പോൾ എല്ലാ ചെടികൾക്കും പറ്റിയ ഒരു ഫെർട്ടിലൈസറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വേറെ ഒരു വളം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതും കൂടെ കാണിക്കാം. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വളം. ഇത് നമ്മൾ യൂസ് ചെയ്ത മുട്ടയുടെ തോട് അടുപ്പിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ വെയിലിലോ എവിടെയെങ്കിലും വെച്ച് ഉണക്കി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഞാനൊരു ഡപ്പയിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ഒരു 10 ദിവസം കൂടുമ്പോൾ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ പിന്നെ തക്കാളിയുടെ
ഒരു കറുപ്പ് കളറ്, അതുപോലെ പൊട്ടൽ, ചീയലൊക്കെ വരുമല്ലോ, അതൊക്കെ മാറിക്കിട്ടാൻ ഇത് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാൽസ്യക്കുറവ് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. മുട്ടത്തോട് നല്ലൊരു മരുന്നാണ് അതിന്. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസറും അതേപോലെ 10 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു തക്കാളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടാൽ മതി, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു ഗ്രോ ബാഗിൽ ഒരു ചെടി മാത്രം വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വലിപ്പം കണ്ടോ. ഇതിലിപ്പോൾ ഞാൻ ഒരു ചെടിയെ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വലിപ്പം. ഇതുപോലെ നല്ല വലിപ്പമുള്ള തക്കാളി കിട്ടണമെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ 2 ചെടിയൊക്കെ വെക്കുമ്പോൾ വലിപ്പം കമ്മിയായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, ഇത് വേറൊരു തക്കാളി ചെടിയാണ് കേട്ടോ, അതേപോലത്തെ ഒരു ഗ്രോ ബാഗിൽ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ റാഡിഷ് ചെടി, അതേപോലെ ചീര, ചുമന്ന ചീര, മാസാണി ചീര ഇതെല്ലാം സൈഡിൽ വെച്ചതുകൊണ്ട് ഇതിൻ്റെ ഈ തക്കാളിക്ക് കുറച്ച് വലിപ്പം കുറവുണ്ട് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാണുന്നുണ്ടോ? ഇതുപോലെ ഇപ്പോൾ ഏകദേശം മൂപ്പായതാണ്, പഴുക്കാനായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. അതിൻ്റെ കൂടെയുള്ളത് പഴുത്തിട്ടുണ്ട് കണ്ടോ. അത്ര തന്നെ വലിപ്പം ഇതിനില്ല. ഇനി നമുക്ക് ഇതിൽ പഴുത്ത തക്കാളികളൊക്കെ ഒന്ന് പറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെടിയിൽ നിന്നും ഇത്രയും തക്കാളി നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമല്ലേ, നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ അത് പറിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. തക്കാളി ചെടിയിൽ എങ്ങനെ രോഗങ്ങളും കീടങ്ങളും ഇല്ലാതാക്കാമെന്നും തക്കാളി ചെടിയുടെ പരിചരണവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.